ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുന്ന പോലെ വേണം അത് കണക്കാക്കാൻ. ഇന്ന് സാധാരണ തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ എന്താ ചെയ്യാറുള്ളത്? വലിയ വലിയ മഹാക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി നല്ലോണം കണ്ടു, അതിൻ്റെ വിസ്താരങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടാവും, അതൊക്കെ കേൾക്കും, അവിടെ വല്ല വഴിപാടൊക്കെ കഴിക്കും, പോകും. അങ്ങനെ പോയി സമയം കഴിയുമ്പോൾ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ആകുമ്പോൾ ഇത് ആ ക്ഷേത്രമാണ് ഒന്ന് കണ്ടു തൊഴിലും അത്രയൊക്കെ ഉണ്ടാവില്ല ചിലതൊക്കെ എന്ന് പറഞ്ഞ പോലെയാണ് സത്യം ഈ പഞ്ചമസ്കന്ധത്തിൽ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് പഞ്ചമസ്കന്ധി സ്ഥാനം, ഭഗവാന്റെ സ്ഥാനം നിറഞ്ഞു നിൽക്കുന്നതാണ്. പ്രിയവ്രതൻ്റെ കഥയാണ് ആദ്യം തുടങ്ങുന്നത്. അത് കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ സ്വയംഭൂമനുവിൻ്റെ പുത്രന്മാരിൽ പ്രിയവ്രതനാണ് മൂത്ത പുത്രൻ, ഉത്താനപാദൻ രണ്ടാമത്തെ ആളാണ്. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഉത്താനപാദൻ്റെ കഥ ആദ്യം പറഞ്ഞത്? ധ്രുവചരിതം നമ്മൾ ആദ്യം പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണം പറയുന്നുണ്ട്. പ്രിയവ്രതൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചില്ല ആദ്യം, അതുകൊണ്ട് ഉത്താനപാദനാണ് രാജാവായത്. ഉത്താനപാദനാണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചത്, അതുകൊണ്ട് രാജാവായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യം വരാൻ. ഉത്താനപാദന് കഥയില്ലാത്ത ആളെന്നല്ല, പക്ഷേ ആ മകൻ്റെ ധ്രുവൻ്റെ ചരിത്രം കൊണ്ടാണ് ഉത്താനപാദന് വളരെയധികം കീർത്തിയുണ്ടായത്. പ്രിയവ്രതൻ അങ്ങനെയല്ല. പിന്നെ അതിൽ പറയേണ്ട പ്രിയവ്രതൻ്റെ കഥ പഞ്ചമസ്കന്ധത്തിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. ഇവിടെ പ്രിയവ്രതൻ്റെ കഥയാണ് തുടങ്ങുന്നത്. ആദ്യം പ്രിയവ്രതനുണ്ട് കഥ പറയുകയാണ്. അദ്ദേഹം നാരദൻ്റെ ശിഷ്യനായിട്ട് വളരെ നാൾ പോയി എന്നാണ്. സന്യാസം സ്വീകരിച്ചു പോയി. ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ ഇഷ്ടമല്ല. അതെന്താണെന്ന് വെച്ചാൽ ബന്ധനത്തിൽ പെടുന്ന വിചാരിച്ചിട്ടാണ്. തൻ്റെ ഈ തേവാരിതൊന്നും നടക്കില്ലല്ലോ, ബന്ധനം വന്നാൽ ഒന്നും വളരെ വിഷമമാണ്. അത് വിചാരിച്ചിട്ട് വന്നപ്പോൾ ഈ മുത്തശ്ശൻ അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞതാണ്, ബ്രഹ്മാവ് വന്ന് പറഞ്ഞു പ്രിയവ്രതൻ്റെ അടുത്ത് അങ്ങ് ഒരിക്കലും പരിഭ്രമിക്കരുത്. എന്താണെന്ന് വെച്ചാൽ രാജാക്കന്മാർ ശത്രുക്കളെ കോട്ട കെട്ടി കോട്ടയൊക്കെ കെട്ടി ശത്രുക്കളെ തടയും. അതുപോലെ ശരിക്കും ശത്രുക്കൾ എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ശത്രുക്കൾ. 6-7 ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, എല്ലാവരുടെ ഉള്ളിലാണ്. അതിനെ അങ്ങ് ജയിച്ചിട്ടുണ്ടല്ലോ, ശത്രുക്കളെ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് ഒട്ടും പേടിക്കണ്ട, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാലും അങ്ങേക്ക് ബന്ധനം വരില്ല. അതുകൊണ്ട് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിച്ചതെന്നാണ്. മുത്തശ്ശൻ്റെ ഉപദേശം പ്രകാരമാണ് സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിച്ചു. യഥാക്രമ പുത്രന്മാരുണ്ടായി. അപ്പോൾ അവർക്കൊക്കെ വീതിച്ചു കൊടുത്തു, 7ആയിട്ട്, ഭൂമി 7ആയിട്ട്. അപ്പോൾ ഈ പ്രിയവ്രതം വിചാരിച്ചു സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരുട്ടാണ്, അങ്ങനെ പാടില്ലല്ലോ. അപ്പോൾ എല്ലാ സമയത്തും വെളിച്ചം വേണമെന്നുള്ള ഉദ്ദേശത്തിൽ ഒരു തേരിൽ ഭൂമി മുഴുവൻ ചുറ്റിയെന്നാണ് പ്രിയവ്രതൻ. ശക്തിയുള്ള ഒരു തേരിൽ ഭൂമി മുഴുവൻ ചുറ്റി മുഴുവൻ വെളിച്ചം. അപ്പോൾ രാത്രിയില്ല, മുഴുവൻ പകൽ പോലെയായി. അപ്പോൾ അത് ശരിയാവില്ല. പകലും രാത്രിയും വേണം, ലോകത്തെല്ലാം വേണം, സുഖം ദുഃഖം എല്ലാ ദ്വന്ദ്ങ്ങളെല്ലാം വേണം, എന്നാലേ ലോക രക്ഷ ശരിയാവുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മാവ് തന്നെ വന്ന് പറഞ്ഞു ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് നിർത്തി. അപ്പോൾ അങ്ങനെയാണ് ഭൂമി ഈ 7 സമുദ്രവും 7 കരകളും ദ്വീപുകളും ഉണ്ടായതെന്നാണ് ചരിത്രം. അങ്ങനെ ആ ദ്വീപുകളെ സ്വന്തം പുത്രന്മാർക്ക് 7 വീതിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ വീതിച്ചു. ഇന്നത്തെ കഥ പറയുന്ന മൂത്ത പുത്രൻ്റെയാണ്. പ്രിയവ്രതൻ്റെ പോലെ ആർക്കും ആവാൻ പറ്റില്ല എന്നാണ് രാജ്യം ഭരിക്കുക. അത്ര കെങ്കേമനായിരുന്നു പ്രിയവ്രതൻ. പക്ഷേ മൂത്ത പുത്രൻ ആഗ്നീധരൻ്റെയാണ് പിന്നത്തെ ചേരിപ്പൻ. ആഗ്നീധരൻ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തെ ഒന്നും പോരാ. അദ്ദേഹം സന്യാസത്തിന് പോയി, പർവ്വതത്തിൻ്റെ മുകളിൽ പോയി തപസ്സിരുന്നു, സമാധിയിലിരുന്നു വളരെയധികം കൊല്ലം. പക്ഷേ കാര്യമുണ്ടായില്ല. ഒരു അപ്സരസ് അതിൻ്റെ മുമ്പിൽ വന്ന് ചിലമ്പൊക്കെ കിലുക്കി നൃത്തം ചെയ്തു. വിശ്വാമിത്രനെ മേനക മയക്കിയതുപോലെ ആ ആഗ്നീധരൻ്റെ മനസ്സ് ആ അപ്സരസിൽ മയങ്ങി. അപ്സരസിൻ്റെ അടുത്ത് എന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്നേ ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോരാ, ഫോറിൻ വെളിയിൽ നിന്ന് വേണം സ്ത്രീയെ സ്വീകരിക്കാൻ അന്നേ ഉണ്ട് ഞാൻ ആഗ്രഹം, ഇന്ന് തന്നെയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അവർ സ്വീകരിച്ചു എന്നാണ്. സ്വീകരിച്ച് ഗൃഹസ്ഥജീവിതം പോരാ, പിന്നാലെ പോയി എന്നാണ്. ആ ഭാര്യ മരിച്ചു കഴിഞ്ഞ് പോയിട്ട് ആഗ്നീശ്വരൻ സുഖം അനുഭവിച്ച മതിയാവാഞ്ഞിട്ട് അപ്സരസിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി എന്നാണ്. മറ്റു ലോകത്തിനും പോയി സുഖം അനുഭവിക്കാൻ പോയി. അങ്ങനെയാണ് ആഗ്നീശ്വരൻ്റെ കഥ. ആഗ്നീശ്വരൻ്റെ
അതുപോലെ അഗ്നീശൻ്റെ പുത്രന്മാർക്കും സ്വന്തം ഭാഗം അങ്ങനെയാണല്ലോ, അവനവന് കിട്ടിയ ഭാഗം. നമ്മളുമൊക്കെ അങ്ങനെയും ചെയ്യാറുള്ളത്. ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം, നമ്മുടെ കുട്ടികൾക്ക് വീതിച്ചു കൊടുക്കും. അതുപോലെയാണ് അന്നും അഗ്നീശന് കിട്ടിയ ഭാഗം പുത്രന്മാർക്ക് വീതിച്ചു കൊടുത്തു. അവരുടെ പേര് തന്നെയാണ് ആ ദ്വീപുകൾക്കും ഒക്കെ കിട്ടണത്. അങ്ങനെയാണ് അതുണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ പിന്നെ പുത്രനാണ് നാഭിക്ക് മേരുദേവിയാണ് വിവാഹം കഴിച്ചത്. അവർക്ക് പുത്രന്മാരുണ്ടായില്ല, കുട്ടികളുണ്ടായില്ല. അനപത്യ ദുഃഖം, അത് വളരെ സങ്കടം വന്നു എന്നാണ് രാജാവിന്. ഋഷിമാരെ വിളിച്ചു, നല്ല ഒരു യാഗം നടത്തണം എന്ന് പറഞ്ഞു. പുത്രകാമേഷ്ടി യാഗം നടത്താൻ പറഞ്ഞു. ആ ഋഷിമാർ വളരെ ആത്മാർത്ഥമായിട്ട് രാജാവിന് നല്ലൊരു പുത്രൻ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് യാഗം നടത്തി. അവിടെ ഒരു അത്ഭുതം ഉണ്ടായി എന്നാണ്. അതുവരെ ഉണ്ടാവാത്തൊരു അത്ഭുതം ഉണ്ടായി. സാധാരണ യാഗത്തിനൊക്കെ ഹവിസ് തൂകുമ്പോൾ ഭഗവാൻ നേരിട്ട് വരില്ല, ദേവന്മാരാണ് ഹവിസ് കൊണ്ട് ഭഗവാൻ എത്തിക്കുന്നത്. അന്ന് ഭഗവാൻ തന്നെ യാഗശാലയിൽ എത്തിയെന്നാണ്. സന്തോഷമായി. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യാഗം വളരെ സന്തോഷമായി, എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ വരദാനക തൽപരനാണ്. ഭഗവാൻ പറയും, ഞാൻ എവിടെ വന്നാലും വരം കൊടുത്തിട്ടേ പോകുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പറയണം, എനിക്ക് സന്തോഷമായി, നിങ്ങൾക്ക് എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഭഗവാന് ഈ രാജാവിന് അങ്ങേപോലെ ഒരു പുത്രൻ ഉണ്ടാവണമെന്ന്. അപ്പോൾ ഭഗവാൻ തിരിച്ചുകൊണ്ട് പറയാൻ, എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, ഭഗവാനെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, എന്നെപ്പോലെ ആരും. എങ്കിലും നിങ്ങളുടെ ആഗ്രഹമല്ലേ, ഞാൻ ഒരംശാവതാരമാണ്, ഞാൻ രാജാവിൻ്റെ പുത്രനായിട്ട് ചെയ്യും. അതാണ് കേമാണ് ഋഷഭാവതാരം. 3-ാമത്തെ അധ്യായത്തിലാണ് ഋഷഭാവതാരം. ഋഷഭനായിട്ട് ജനിച്ചു എന്നാണ്, അവരുടെ പുത്രനായിട്ട്. വളരെ ഋഷഭൻ എന്ന് വെച്ചാൽ അർത്ഥം തന്നെ ശ്രേഷ്ഠനാണ്, വളരെയധികം ശ്രേഷ്ഠനാണ്. ആ ഋഷഭദേവൻ രാജ്യം ഭരിച്ചു. 100 പുത്രന്മാരാണ് ആ ഋഷഭദേവൻ ഉണ്ടായതെന്നാണ്. 100 പുത്രന്മാരിൽ 9 പേർക്ക് പതിവ് പോലെ ഭൂമി 9 ദ്വീപുകൾ വീതിച്ചു കൊടുത്തു. 81 പേര് ബ്രാഹ്മണരായിട്ട് മാറിയെന്നാണ്. അവരുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ബ്രാഹ്മണരായിട്ട് അവർ മാറി. പിന്നെ ബാക്കിയുള്ളവർ നവയോഗികളായി എന്നാണ് ഋഷഭൻ്റെ പുത്രന്മാർ. 81 പേര് ബ്രാഹ്മണരായി, 9 പേര് നവയോഗികളായി. അതിൽ പറയുന്നുണ്ട്, ആ നവയോഗികളുടെ പേര് പറയുന്നുണ്ട്, പക്ഷേ അത് ഏകാദശത്തിൽ പറയുന്നാണ് പറഞ്ഞേക്കുന്നത് അവരെപ്പറ്റി. ഉദ്ധവോപദേശത്തിലാണല്ലോ നവയോഗികൾ പറയേണ്ടത്. ഏകാദശം തുടങ്ങുമ്പോൾ തന്നെ ജനകൻ്റെ രാജധാനിയിൽ നവയോഗികൾ എന്ന കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവയോഗികളുടെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട്.